RMP നേതാവ് KS ഹരിഹരന്റെ വീടിനു നേരെയുണ്ടായ സ്ഫോടനത്തിൽ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ കേസെടുത്തു. ഹരിഹരന്റെ വീടിന് മുന്നിൽ വന്ന അസഭ്യം പറഞ്ഞ സംഭവത്തിലും തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തു. 5 പേർക്കെതിരെയാണ് കേസ്. ഉച്ചയ്ക്ക് ഒരു കാറിൽ, ഒരു ചുവന്ന ഹ്യുണ്ടായി കാറിൽ 5 പേരോളം ഉള്ള ഒരു സംഘം വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി വാട എന്ന് പറഞ്ഞ അസഭ്യം പറയുണ്ടായി. ഞങ്ങളവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വണ്ടി എടുത്ത് പോയി. വീണ്ടും 2-3 തവണ ആ വണ്ടി ഇതിലേക്ക് ഇറങ്ങി നിന്നത്. അതിനുശേഷം രാത്രി ഒരു 8:15 ആയപ്പോഴാണ് ഈ വന്നിട്ട് 2 പേര് ബൈക്കിൽ വന്നിട്ട് സ്ഫോടവസ്തു എറിയുന്നത്. അതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നത്. അപ്പം മതിലിൽ തട്ടിയിട്ടത് ചെതറിപ്പോവുകയാണ് ചെയ്തത്. വീടിനു നേരെ ആക്രമണം നടന്നത് CPM ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ അറിവോടെയെന്നാണ് RMPയുടെ ആരോപണം. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു. ഷഹീദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഷഹീദ്, 2 കേസിന്റെയും വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ മണിക്കൂറുകളോളം ഈ സംഘം ഹരിഹരന്റെ വീടിന് മുന്നിൽ റോന്ത് ചുറ്റുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വന്നത്. KK രമ അടക്കം ഇതിനു പിന്നിൽ CPM ആണ് എന്ന ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ. രണ്ടാമത്, KS ഹരിഹരനെതിരെ പോലീസ് എടുത്ത കേസിന്റെ വിശദാംശങ്ങൾ. മാധു, 2 FIR ഇപ്പോൾ തെഞ്ഞിപ്പലം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് രാത്രി 8:15 കൂടിയാണ് ഹരിഹരന്റെ വീടിന് നേരെ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞുള്ളൊരു ആക്രമണം ഉണ്ടായത്. ആ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ തെഞ്ഞിപ്പലം പോലീസ് കേസെടുത്തത്. അതിന് തൊട്ട് മുമ്പ് ഉച്ചയോടുകൂടി ഒരു കാറിലെത്തിയ സംഘം, ഒരു 6 അംഗ സംഘം ഈ ഹരിഹരന്റെ വീടിന് മുമ്പിലെത്തി അവിടെ ഭീഷണിപ്പെടുത്തുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ആ തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ FIR കൂടി തെഞ്ഞിപ്പലം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 6 പേർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഫോറൻസിക് സംഘം ഇപ്പോൾ അല്പസമയത്തിനകം സ്ഥലത്തെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ RMP നേതാക്കൾ, ഒപ്പം തന്നെ ഹരിഹരനൊക്കെ വലിയ ആരോപണം ഇപ്പോൾ CPM-എതിരെ ഉന്നയിക്കുന്നു. അതായത് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ അറിവോടുകൂടിയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഹരിഹരന്റെ വീടിന് നേരെ, അല്ലെങ്കിൽ വീട്ടിലേക്കൊരു മാർച്ച് ഇന്നലെ CPM അവിടെ ആസൂത്രണം ചെയ്തിരുന്നു. അത് അവസാന നിമിഷം ആ മാർച്ച് പിന്നീട് മറ്റൊരു അങ്ങാടി, സമീപത്തുള്ളൊരു അങ്ങാടിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇങ്ങനെ മാറ്റിയത് തന്നെ വൈകിട്ട് രാത്രിയോടുകൂടി വീട്ടിലേക്ക് ഇത്തരമൊരു സ്ഫോടക വസ്തു ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ആക്രമണം നടത്താൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് വീട്ടിൽ നിന്നും അങ്ങാടിയിലേക്ക് മാറ്റിയത് എന്ന് തുടങ്ങിയുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത്. സ്ഫോടക വസ്തു എറിഞ്ഞ ഉടൻ തന്നെ വീട്ടിലേക്ക് എറിഞ്ഞു. അത് മതിലിന് തട്ടി നിന്നു. മതിലിൻ്റെ കല്ലിനൊക്കെ ചിതറിയ നിലയിൽ ഒരു വിഷ്വലൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ അഗ്നി മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മതിൽ തട്ടിയതിനാണ് ആളപായം ഒഴിവായത്. ഇത് ആളെ അപായപ്പെടുത്താനും ഭയപ്പെടുത്താനും വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രധാനമായും RMP നേതാക്കന്മാർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ വടകരയിലെ ഹരിഹരന്റെ വിവാദമായ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് വടകര പോലീസ് ഇന്നലെ രാത്രി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. കേസ് നിയമപരമായി മുന്നോട്ട് പോകും, നടപടികളുമായി കേസിനെ നേരിടും എന്നുള്ളൊരു വിശദീകരണമാണ് KS ഹരിഹരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആദ്യമായാണ് ഇത്തരം ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ തെറ്റാണെന്ന് ഹരിഹരൻ പറയുന്നു. അതിൽ തനിക്ക് ഖേദമുണ്ട്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ആദ്യമായാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഖേദപ്രകടനം ഉണ്ടാകുന്നത്. അതിനുശേഷവും തന്നെയും പാർട്ടിയെയും CPM വേട്ടയാടുന്നു എന്നാണ് ഇപ്പോൾ KS ഹരിഹരൻ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഉണ്ടായ പരാതിയാണ് KS ഹരിഹരനെതിരെയുള്ളത്. KK ശൈലജ ടീച്ചർ വ്യക്തമായ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സംബന്ധിച്ച് പാർട്ടി നൽകുന്ന വിവരം എന്താണ്? അത് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? DYFIയുടെ പരാതിയാണ് ഇപ്പോൾ KS ഹരിഹരനെതിരെയുള്ളത്. ശൈലജ ടീച്ചറുടെ വ്യക്തിപരമായ പരാതി ഉണ്ടാകുമോ? ശൈലജ ടീച്ചർ ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം CPM ഈ വിഷയത്തിൽ DYFI പരാതിപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ, CPM-ന്റെ പോഷക സംഘടനകളാണ് ഈ വിഷയത്തിൽ ഇടപെടും, അവർ നേരിട്ട് ഇടപെടും എന്നുള്ളതാണ് ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി P. മോഹൻ ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. ആ തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാഷ്ട്രീയ പ്രചരണ വിഷയമായി CPM ഉപയോഗിക്കുന്നു എന്ന് വേണം, അതിനെ ഉപയോഗിക്കാനാണ് CPM-ന്റെ തീരുമാനം. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ ശൈലജ ടീച്ചർ ഈ വിഷയത്തിൽ ഇനി എന്ത് നിയമ നടപടി എടുക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. വലിയ തോതിലുണ്ടായ സൈബർ അതിക്രമങ്ങളെ പറ്റിയൊക്കെ KK ശൈലജ ടീച്ചർ പൊതുസമൂഹത്തിന് മുൻപാകെ വന്ന് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്നതാ വ്യക്തിപരമായി വളരെ ഹീനമായ തരത്തിലുള്ള പരാമർശം തനിക്കെതിരെ ഉണ്ടായതിൽ ടീച്ചറുടെ പ്രതികരണം കേരളം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്.